എല്ലാവരും ക്രൂരനായി കാണുന്ന ഒരു ജീവിയാണ് വൂൾഫ്സ് അഥവാ ചെന്നായ് എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ എല്ലാത്തിനും ഒരു നല്ല വശമുണ്ട്. അതുപോലെ ചെന്നായിയുടെ ജീവിതത്തിൽ നിന്നും മനുഷ്യരായ നമുക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ചെന്നായ്ക്കളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന 5 മൂല്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കേൾക്കണം എന്നൊരപേക്ഷ. ഒന്നാമത്തെ പാഠം, ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളോട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളാണ് നിങ്ങളെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും മികച്ചയാളാവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെയാണ് ചെന്നായ്ക്കളും വ്യത്യസ്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അവർക്ക് സാധിക്കും. സാഹചര്യങ്ങളോട് വെറുതെ പൊരുത്തപ്പെടുക മാത്രമല്ല, അങ്ങനെ പൊരുത്തപ്പെടുന്ന സാഹചര്യങ്ങളിൽ തങ്ങളുടേതായ സാമ്രാജ്യം കെട്ടിയുണ്ടാക്കാനായിട്ട് ചെന്നായ്ക്കൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? വിഷമിക്കും, വേദനിക്കും, സ്വയം ശപിക്കും, അല്ലെങ്കിൽ പരാജയം സമ്മതിച്ചങ്ങിരിക്കുമോ? എന്നാൽ നിങ്ങൾ ചെന്നായ്ക്കളെക്കുറിച്ചിട്ടൊന്ന് ചിന്തിക്കണം. കാരണം അത് ഏത് പ്രതിസന്ധികളെയും എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ സംഭവിക്കുന്ന വെല്ലുവിളികൾ ഓർത്ത് സങ്കടപ്പെടുന്നവരല്ല ഈ ചെന്നായ്ക്കൾ. ആ സാഹചര്യത്തിൽ ലഭ്യമായതെന്തോ അതുകൊണ്ട് സംതൃപ്തി കണ്ടെത്താൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാകുമ്പോൾ വൂൾഫിൻ്റെ മൈൻഡ് സെറ്റാണ് നമ്മൾക്കുണ്ടാവേണ്ടത് എന്ന് പാഠം നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ബന്ധങ്ങൾ നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തരുന്നത് വൂൾഫിൻ്റെ ജീവിത വഴികളിലൂടെയാണ്. വൂൾഫ് നിലനിൽക്കുന്നത് ഒരു ഗ്രൂപ്പിനോടൊപ്പമാണ്. കൂട്ടുകാരുടെയോ കുടുംബത്തിൻ്റെയോ ഒപ്പമല്ലാതെ ചെന്നായ്ക്കളെ നമുക്ക് കാണാൻ സാധിക്കില്ല. ബന്ധങ്ങളില്ലാതെ അവയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുമാണ്. അതുപോലെ തന്നെ കൂട്ടത്തിലുള്ളവരോട് അവയ്ക്കുള്ള കൂറും ആത്മാർത്ഥതയും നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. അവരുടെ കൂടെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. ഏത് പ്രതിസന്ധിയിലും അവരെ കൈവിടാതെ കൂടെ ചേർത്ത് നിർത്തും, ജീവൻ കൊടുത്തും സംരക്ഷിക്കും. ഈ കൂട്ടത്തിലായിരിക്കുമ്പോൾ സ്വാർത്ഥമാകുന്നത് കൊണ്ട് അർത്ഥമില്ല എന്ന് അവർക്കറിയാം. അതുപോലെ തന്നെ ആ കൂട്ടത്തിൻ്റെ നിയമങ്ങൾ അതിലെ ഓരോരുത്തരുടെയും നല്ലതിന് വേണ്ടിയാണെന്നും അവർക്കറിയാം. അതുകൊണ്ട് ഈ കൂട്ടത്തിലുള്ളവരെ ആരെയും പരസ്പരം ചതിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. അവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കും. ശരിക്കും മനുഷ്യർ കണ്ടുപിടിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണമാണിത്. ഇന്ന് കുടുംബങ്ങളിൽ പോലും ആളുകൾ തമ്മിൽ മത്സരിക്കുകയും പോരാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാതാപിതാക്കളെന്നോ മക്കളെന്നോ ഒന്നും നോക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയും അവർ തമ്മിലടിക്കുന്നു, പലതും ചെയ്തു കൂട്ടുന്നു. ഒരു ബന്ധം എങ്ങനെ ആയിരിക്കണമെന്നും ഒരു ഗ്രൂപ്പിൽ എങ്ങനെ നിലനിൽക്കണമെന്നും സ്വാർത്ഥതയില്ലാതെ എങ്ങനെ ജീവിക്കണമെന്നും ചെന്നായ്ക്കൂട്ടത്തെ കണ്ടു വേണം മനുഷ്യൻ പഠിക്കാൻ. മൂന്നാമത്തെ പാഠം, ഒറ്റയ്ക്കുള്ള ജീവിതവും വൂൾഫ് ആസ്വദിക്കുന്നുണ്ട്. മനുഷ്യരെ പോലെ തന്നെ സോഷ്യൽ ആനിമലാണ് വൂൾഫെങ്കിലും അവരുടെ കൂട്ടത്തിലും ഒറ്റയ്ക്ക് ജീവിക്കുന്ന വൂൾഫ്സ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നവരും തോൽവി സമ്മതിക്കുന്നവരോ തോറ്റുകൊടുക്കുന്നവരോ അല്ല. ഒറ്റപ്പെട്ടു പോയ ഏത് സാഹചര്യത്തോടും പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരാനും സ്വയം ശ്രദ്ധിക്കാനും സ്വന്തം കാര്യങ്ങൾ നോക്കാനും വൂൾഫിന് പെട്ടെന്ന് സാധിക്കും. ഒറ്റപ്പെടലിനെ ആഘോഷമാക്കാനാണ് അവർ ശ്രദ്ധിക്കുക. തങ്ങൾക്ക് യോജിച്ചു പോകാൻ കഴിയാത്ത ആൾക്കാർക്കൊപ്പം ജീവിക്കുന്നതിനേക്കാൾ സ്വന്തമായിട്ട് സ്വയം സ്നേഹിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ അവരിഷ്ടപ്പെടുന്നു. അവരുടേതായ രീതിയിൽ അവർ ഒറ്റയ്ക്കുള്ള ജീവിതം ജീവിച്ചു തീർക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായവരെ ലൂസേഴ്സായിട്ടാണ് പലരും കണക്കാക്കുന്നത്. പക്ഷെ ചെന്നായ്ക്കൾ അങ്ങനെയല്ല. അവർ ഒറ്റയ്ക്കുള്ള ജീവിതത്തെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു എന്നതാണ്. അങ്ങനെ ഒറ്റപ്പെടലിലും പോസിറ്റീവായി മാറുന്ന വൂൾഫിൻ്റെ ആറ്റിറ്റ്യൂഡാണ് നമുക്കും വേണ്ടത്. സിറ്റുവേഷൻസിനെ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വൂൾഫിൻ്റെ ഈ ഗുണം നമ്മളൊന്ന് കണ്ടുപഠിക്കുക. നാലാമത്തെ കാര്യം, ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ കളിയും ചിരിയും ജീവിതത്തിൽ പ്രധാനമാണെന്ന് വൂൾഫിൻ്റെ ലൈഫ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇരയെ നോട്ടമിടുക, അതിനെ പിന്തുടരുക, വേട്ടയാടുക, ഇത് മാത്രമാണ് വൂൾഫിൻ്റെ ജീവിതമെന്നാണ് നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അവർ വേട്ടയാടാനും ഇരയെ പിടിക്കാനും കഷ്ടപ്പെടുക മാത്രമല്ല, സ്വയം വിശ്രമവും ആനന്ദവും അവർ സ്വയം കണ്ടെത്തുന്നുണ്ട്. മനുഷ്യർ പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിൽ സ്വയം സ്നേഹിക്കാൻ മറന്നു പോകുമ്പോൾ വൂൾഫ് തങ്ങൾക്ക് വേണ്ടി അല്പസമയം മാറ്റിവെക്കുന്നു. നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി ആരോഗ്യവും സമാധാനവും സന്തോഷവും ഒക്കെ നശിപ്പിക്കുന്നു. അതിനുശേഷം നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ആലോചിച്ച് വേദനിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. നന്നായി ജോലി ചെയ്യുന്നതും അധ്വാനിക്കുന്നതും നല്ലത് തന്നെയാണ്. പക്ഷേ പണം മാത്രമല്ല എല്ലാത്തിൻ്റെയും അളവുകോൽ. പണം ഉണ്ടായതുകൊണ്ട് മാത്രം എല്ലാം ആകുകയില്ല.
നമുക്ക് കുറച്ച് റെസ്റ്റ് വേണം, കുറച്ച് സമയം ഉല്ലസിക്കണം. അത് നിങ്ങളുടെ സമയം കൊല്ലിയല്ല, പകരം കുറച്ചുകൂടി നിങ്ങളെ പ്രൊഡക്റ്റീവാക്കാൻ സഹായിക്കുന്ന ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് വൂൾഫിനെ പോലെ നിങ്ങളും കുറച്ച് സമയം നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി മാറ്റിവെക്കുക, ജീവിതം ആഘോഷിക്കാൻ വേണ്ടി മാറ്റിവെക്കും. തീർച്ചയായും നല്ല മാറ്റങ്ങൾ നിങ്ങൾ മെല്ലെ മെല്ലെ കണ്ടു തുടങ്ങും. 5-ാമത്തെ പാഠം, ജീവിതം വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാതെ മറച്ചു വെക്കരുത് എന്ന് വൂൾഫ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും നന്നായി സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ജീവിയാണ് വൂൾഫ്. തൻ്റെ കൂട്ടുകാരോടും കുട്ടികളോടും കുടുംബത്തോടുമൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാൻ അവർ യാതൊരു മടിയും വിചാരിക്കാറില്ല. അവർ മുട്ടിയുരുമ്മി നക്കിത്തുടച്ച് സ്നേഹം പ്രകടിപ്പിക്കും. എന്നാൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ച് എന്തോ വലിയ അപരാധമാണ്. ഒരാളുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നൊക്കെ കരുതി, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുമ്പോൾ ഞാനെന്തോ ചെറുതായി പോകുന്നു എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ഞാൻ വളരെ വീക്കാണ് എന്നൊക്കെ മറ്റുള്ളവർ ധരിക്കുമെന്ന് കരുതിയാണ് ഈ സ്നേഹപ്രകടനങ്ങൾ മനുഷ്യൻ കാണിക്കാൻ മടിക്കുന്നത്. അതുപോലെ തൻ്റെ പാർട്ട്ണറിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് തൻ്റെ പൗരുഷത്തിന് ചേർന്നതല്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരുപാട് പുരുഷന്മാരെ എനിക്കറിയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്തെന്നാൽ, ഏറ്റവും നന്നായി മറ്റൊരാളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ മികച്ചൊരു കാര്യം വേറെ ഒന്നുമില്ല. അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നത് നിങ്ങളുടെ ഒരു സ്ട്രെങ്താണ്, അല്ലാതെ ഒരു കുറവല്ല. നമ്മളും നമുക്ക് പ്രിയപ്പെട്ടവരും എക്കാലത്തും ഇവിടെ തന്നെ ഉണ്ടാവില്ല എന്ന് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് തിരക്കുകൾ മാത്രമുള്ള നമ്മുടെ ലൈഫിൽ കൂടെയുള്ളവരോട് അല്പം സ്നേഹം പ്രകടിപ്പിക്കാൻ കൂടി അല്പം സമയം കണ്ടെത്തണം. മറ്റുള്ളവർ അതിനെ എങ്ങനെ കാണുമെന്നതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ബോധർ ചെയ്യണ്ട. മറ്റുള്ളവർ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടോട്ടെ. ഒരുപക്ഷെ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകും ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹപ്രകടനം. വൂൾഫിൻ്റെ ജീവിതവും നമുക്ക് പറഞ്ഞു തരുന്നത് ഈ 5 മൂല്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒരുപാട് ജീവികളോടൊപ്പമാണ് സഹവസിക്കുന്നത്. ഈ വൂൾഫ്സും നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മറ്റൊരു ജീവജാലമാണ്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് മനസ്സിലാക്കി അവരിൽ നിന്ന് നല്ലത് സ്വീകരിക്കുന്നതിൽ നിന്ന് യാതൊരു മടിയും നമ്മൾ തോന്നേണ്ട കാര്യമില്ല. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള പലതിൽ നിന്നും പലതും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ ഭൂമി നമുക്ക് അവസരം തന്നിരിക്കുന്നത് ജീവിക്കാൻ. Think positive. Have a great day. Bye-bye.